നമസ്തേ, ജയ് ശ്രീറാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഭാരതീയ ഹിന്ദു ലീഗിൻ്റെ ദേശീയ മുഖ്യ ഉപദേഷ്ടാവായ ഡോക്ടർ എസ് രാമകൃഷ്ണ ശർമ്മ അവർകൾ അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ഈ സംഘടനയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ കുറിച്ചുള്ള ഒരു വീക്ഷണം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. താങ്ക് യു. ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നമ്മളുടെ നിലപാടെന്താണ് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഭരിക്കുന്ന കക്ഷി, ഭരണകക്ഷി സാധാരണ അതിന് വിരുദ്ധമായിട്ട് പ്രതിരോധ കക്ഷിയെന്നോ പ്രതിപക്ഷ കക്ഷിയെന്നോ പറയുന്ന, ഇംഗ്ലീഷിൽ ഓപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്ന ഒരു ആശയം, അത് തീർച്ചയായിട്ടും തെറ്റാണ്, അത് അപക്വമാണ്. കാരണം ഈ കക്ഷി എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെയൊക്കെ എതിർത്ത് പറയുകയും അതിനെയൊക്കെ താഴ്ത്തി കെട്ടുകയും തന്നെയുമല്ല രാഷ്ട്രവിരോധിയായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ സേനയുടെ മനോബലം തകർക്കുന്ന രീതിയിലുള്ള പ്രചാരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തതായിട്ടാണ് ഇന്ന് വരെ നമുക്ക് ഈ ഓപ്പോസിഷൻ പാർട്ടിയുടെ പരിപാടികൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിലാവരുത് എന്നുള്ള ആശയം ഭാരതീയ ഹിന്ദു ലീഗിനുണ്ട്. കാരണം നമുക്ക് വേണ്ടത് ഓപ്പോസിഷൻ പാർട്ടിയോ പ്രതിപക്ഷ പാർട്ടിയോ പ്രതിരോധ പാർട്ടിയോ അല്ല. നമുക്ക് വേണ്ടത് നിരീക്ഷക പക്ഷമാണ്, ഒബ്സർവർ പാർട്ടിയാണ് നമുക്ക് വേണ്ടത്. എല്ലാ നല്ല കാര്യങ്ങളെയും പുകഴ്ത്തുകയും ഉയർത്തി കാണിക്കുകയും അതോടൊപ്പം തെറ്റുകളുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നുള്ള ഒരക്കല്ല് നമുക്ക് ധർമ്മത്തിലൂടെയാണ് ലഭിക്കുന്നത്. ഈ ധർമ്മശക്തിയുടെ ആധാരത്തിലാണ് ഞാൻ ഈ ഒരു ആശയം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഇത് സ്വീകാര്യമാണെന്ന് എനിക്ക് ഉറപ്പാണ്. നമസ്തേ. താങ്ക് യു സാർ, താങ്ക് യു. നമസ്തേ. പ്രിയമുള്ളവരെ, ഞങ്ങളിപ്പോൾ ഡൽഹിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഭാരതീയ ഹിന്ദു ലീഗിൻ്റെ ചെറിയ ചെറിയ കമ്മിറ്റികൾ പലയിടങ്ങളിലായിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മളത് വളരെ പ്രാചീന ഒരു മന്ദിരമാണ്, ശിവമന്ദിർ എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്ത് അവിടെയായിരുന്നു ഇന്നലത്തെ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇന്ന് നമ്മൾ പല ഭാഗങ്ങളായിട്ട് ചെറിയ ചെറിയ മീറ്റിങ്ങുകളൊക്കെ ഉദ്ഘാടനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഒരു കാര്യം, സന്തോഷ വാർത്ത എന്താ പറയുന്നത് വെച്ചാൽ, ഭാരതീയ ഹിന്ദു ലീഗ് എന്നത് എന്നും എപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു കാൽക്കലെ ഒരു പുഷ്പമായി മാറാൻ തന്നെയാണ് ഞങ്ങൾ എന്നും അന്നും ഇന്നും എപ്പോഴും. ഈ ഭാരതീയ ഹിന്ദു ലീഗ് ഉള്ളിടത്തോളം കാലം BJP എന്ന് പറയുന്ന ആ ഒരു ദേശീയതയ്ക്ക് കൂടെ തന്നെയായിരിക്കും. കാരണം ഇതര രാഷ്ട്രീയക്കാരൊന്നും തന്നെ നമ്മുടെ ഈ ഒരു ആശയവുമായിട്ടോ രാജ്യസ്നേഹികളാണെന്നൊന്നും കൂടുതൽ ഞങ്ങൾ പറയാനൊന്നും കഴിയുന്നില്ല. എല്ലാവർക്കും സ്വാർത്ഥതയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നേട്ടങ്ങൾ കൊയ്യണം, പണം സമ്പാദിക്കണം, അല്ലാണ്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും നിലകൊള്ളുന്നത് എന്നതൊരു വലിയൊരു വേദനയുള്ള ഒരു സംഘടന തന്നെയാണ്. എന്നാലും ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങൾ ഡൽഹിയിലുള്ള ഈ മീറ്റിങ്ങിൽ ഞങ്ങൾക്കിപ്പോൾ കിട്ടിയ ഒരു സന്തോഷ വാർത്ത എന്താ വെച്ചാൽ, ഈ ചെറിയ ചെറിയ പാർട്ടികൾ, രജിസ്റ്റേർഡ് പാർട്ടികൾ നമ്മുടെ ഭാരതീയ ഹിന്ദു ലീഗിൽ ലയിക്കുന്ന ഒരു സംസാരം വന്നിട്ടുണ്ട്. അതൊരു 3 പാർട്ടിയാണ് ഇവിടുത്തെ പ്രാദേശികമായുള്ള പാർട്ടികൾ നമ്മളെ ഭാരതീയ ഹിന്ദു ലീഗിൽ ലയിക്കാൻ പോകുന്നത്. ഇങ്ങനെ നമ്മൾക്ക് നമ്മുടെ മോദിജിയുടെ, കാരണം മോദിജി തന്നെയാണ് BJPയുടെ നമ്മൾക്ക് എടുത്തു കാണിക്കേണ്ട ഒരു പ്രധാന വ്യക്തിത്വം, അതിലൊരു സംശയവുമില്ല കേട്ടോ. അപ്പോൾ അദ്ദേഹം സത്യത്തിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പണം സമ്പാദിക്കാനോ അല്ലെങ്കിൽ ബിൽഡിങ്ങും എസ്റ്റേറ്റും ഉണ്ടാക്കാനല്ല അദ്ദേഹത്തിനെ പോലൊരു മഹത് വ്യക്തി. കാരണം അദ്ദേഹമാണ് മഹാത്മാവ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് യോജിക്കുന്നൊരു വാക്ക് അദ്ദേഹം തന്നെയാണ്. കാരണം ഒന്നും വേണ്ട, രാജ്യമാണ് പ്രധാനം, നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളാണ്. കൂടാതെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആ വലിയൊരു സന്ദേശം, തത്വം, അതിന് ഏറ്റവും അനുസൃതമായ രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ഒരു മഹാത്മാവ് തന്നെയാണ് ശ്രീ മോദിജി. അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിക്ക് വേണ്ടി ഒരു ഘടകകക്ഷിയാവാനും അതുപോലെ തന്നെ ഈ ഒരു പാർട്ടി എല്ലാ ഭാഗങ്ങളിലും പ്രചാരം സിദ്ധിച്ച് ജനങ്ങൾക്ക് വേണ്ടി, അത് എല്ലാവരും ജനങ്ങളെ നന്നാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്നൊരു വാക്കും കൂടി ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതര മതസ്ഥരൊക്കെ, ആ സഹോദരങ്ങളൊക്കെ തന്നെ അറിയാലോ, എല്ലാവരും സ്നേഹത്തോടെയും ഐക്യതയോടെയും ജീവിക്കുമ്പോൾ നമ്മുടെ ഹിന്ദുക്കൾ ഒരു ഐക്യതയുമില്ല, സ്നേഹവുമില്ല, ആത്മബന്ധമില്ല, വൃത്തിയില്ല,
എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾ പല ചേരികളിലൊക്കെ പോയി, അതുപോലെ പല ഭാഗങ്ങളിൽ, ഡൽഹി മാത്രമല്ല നമ്മുടെ കേരളത്തിലാണെങ്കിലും അതുപോലെ ഒറീസ, പഞ്ചാബ്, അതുപോലെ തന്നെ കർണാടക, ആന്ധ്ര, തമിഴ്നാട് എല്ലാം തന്നെ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് മതബോധമില്ലാത്ത ഹിന്ദുക്കളെയാണ് നമ്മൾ കാണുന്നത്. ഹിന്ദുക്കളൊക്കെ തന്നെ കേട്ടോ, മതമില്ല, മതം എന്താണെന്ന് അറിയില്ല ഈ പാവങ്ങൾക്ക്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരുമയില്ലാതെ എല്ലാവരും വായാലും കേരളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻ മസാല ചവച്ച് തുപ്പിക്കൊണ്ട് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അവർക്കൊക്കെ തന്നെ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന ഒരു പറ്റം മനുഷ്യരെയാണ് നമ്മളിവിടെ കാണാൻ സാധിച്ചത്. എന്തായാലും ഇതിനൊക്കെ ഒരു അറുതി വരണമെങ്കിൽ നമ്മൾക്ക് മതപാഠശാലകൾ ഉയരണം. എല്ലാ മതത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾക്ക് ഇതര മതസ്ഥരെ പോലെ തന്നെ നമ്മൾക്കും ഒരുപാട് മതപാഠശാലകളിലൂടെ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും ഭാരതീയ ഹിന്ദു ലീഗിന് എന്നത് ഒരു തർക്കമില്ല. എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ ശ്രവിച്ചാൽ കേൾക്കുന്ന എല്ലാവർക്കും വിനീതമായ പാദ നമസ്കാരം. വന്ദേ മാതരം. ഭാരതീയ ഹിന്ദു ലീഗ് കി ജയ്. നമസ്തേ.